ഗുഡ് മോർണിംഗ്. സെക്കൻഡ് യൂണിറ്റ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റിൽ നിന്ന് നമുക്കൊരു റിലേഷനും കൂടെ എന്ത് ചെയ്യണം, പഠിക്കണം. ആ റിലേഷൻ നമ്മളിന്ന് കംപ്ലീറ്റ് ആയിട്ട് എടുക്കും. അതിനെ ബേസ് ചെയ്തുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ഇന്നെടുക്കും. ആ ഒരു റിലേഷനും കൂടെ കംപ്ലീറ്റ് ആവുമ്പോൾ സെക്കൻഡ് യൂണിറ്റ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. ഇന്ന് നമ്മൾ പറയുന്ന റിലേഷന് ആറ്റത്തിനെ ബേസ് ചെയ്തുള്ള റിലേഷനാണ്. നമ്മൾ ഇന്ന് എടുക്കുന്ന അതേ ടൈപ്പ് റിലേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും എന്ത് ചെയ്തത്, എടുത്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് മോളിക്യൂളിനെ ബേസ് ചെയ്തുള്ള റിലേഷനാണ്. ഇതിനെ ബേസ് ചെയ്തുള്ള റിലേഷനാണ് മോളിക്യൂളിനെ ബേസ് ചെയ്തുള്ള റിലേഷൻ. ആ റിലേഷന്റെ ടൈപ്പ് തന്നെ നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ മോളിക്യൂളിനെ ബേസ് ചെയ്തുള്ള റിലേഷൻ പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്നത് ആറ്റത്തിനെ ബേസ് ചെയ്തുള്ള റിലേഷനാണ്. ഇത് എക്സാമിനേഷന് 1 മാർക്ക് സെക്ഷനിലും 2 മാർക്ക് സെക്ഷനിലും ഒക്കെ വരുന്ന റിലേഷൻ ആണ്. സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമ്മൾ 1 മോൾ ആറ്റം എടുക്കുക. എത്ര മോൾ ആറ്റം എടുക്കുന്നു? 1 മോൾ ആറ്റം. ആറ്റത്തിന്റെ 1 മോൾ നമ്മൾ എടുത്തു. 1 മോൾ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ആറ്റത്തിന്റെ ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വലാണ്. അതായത് 1 മോൾ ആറ്റത്തിന്റെ മാസ് നമ്മൾ എടുത്ത ആറ്റത്തിന്റെ എന്തിനോട് ഈക്വൽ ആണ്? ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വലാണ്. ഈ റിലേഷൻ നമ്മുടെ മനസ്സിലോട്ട് ഉറപ്പിച്ചേ. 1 മോൾ ആറ്റത്തിന്റെ മാസ് എന്തിനോട് ഈക്വൽ ആണ്? ആറ്റത്തിന്റെ ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വലാണ്. ഏതൊറക്കത്തിൽ ചോദിച്ചാലും പറയണം 1 മോൾ ആറ്റത്തിന്റെ മാസ് എന്തിനോട് ഈക്വൽ ആണ്? ആറ്റത്തിന്റെ ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വലാണ്. നമ്മൾ 1 മോൾ ആറ്റം എടുക്കുന്നു. ആ 1 മോൾ ആറ്റത്തിന്റെ മാസ് എന്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞു? ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ഗ്രാം അറ്റോമിക് മാസിന്റെ ഷോർട്ട് ഫോം ആണ് ഇവിടെ GAM എന്ന് കൊടുത്തത്. ക്ലിയർ ആയി? അതിന് 2 എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ 1 മോൾ കാർബൺ ആറ്റം എടുക്കുന്നു. എത്ര മോൾ കാർബൺ ആറ്റം എടുക്കുന്നു? 1 മോൾ കാർബൺ ആറ്റം. 1 മോൾ കാർബൺ ആറ്റത്തിന്റെ മാസ് കാർബണിന്റെ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വൽ ആയിരിക്കും. 1 മോൾ കാർബൺ ആറ്റം എടുക്കുകയാണെങ്കിൽ ആ 1 മോൾ കാർബൺ ആറ്റത്തിന്റെ മാസ് കാർബണിന്റെ എന്തിനോട് ഈക്വൽ ആണ്? ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വൽ ആണ്. കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണെന്നറിയാം? 12 ഗ്രാം ആണെന്ന് നമുക്കറിയാം. 1 മോൾ കാർബൺ ആറ്റത്തിന്റെ മാസ് കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിട്ടുള്ള എന്തിനോട് ഈക്വലാ? 12 ഗ്രാമിനോട് എന്താണ്? ഈക്വലാ. ക്ലിയർ ആയല്ലോ? നമ്മൾ 1 മോൾ കാർബൺ ആറ്റം എടുക്കുന്നു. ആ 1 മോൾ കാർബൺ ആറ്റത്തിന്റെ മാസ് കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിട്ടുള്ള എന്തിനോട് ഈക്വൽ ആണ്? 12 ഗ്രാമിനോട് ഈക്വൽ ആണ്. 1 മോൾ കാർബൺ ആറ്റം ഈക്വൽ എത്ര ഗ്രാം ആണ്? 12 ഗ്രാം. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. 12 ഗ്രാം എന്ന് പറയുന്നത് കാർബണിന്റെ എന്താണ്? ഗ്രാം അറ്റോമിക് മാസ് ആണെന്നുള്ള കാര്യം. ക്ലിയർ ആയല്ലോ? അടുത്ത എക്സാമ്പിൾ നമുക്ക് എടുക്കാം. നമ്മൾ അടുത്ത എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് 1 മോൾ നൈട്രജൻ ആറ്റം എടുത്തു. 1 മോൾ എന്താറ്റം എടുത്തു? നൈട്രജൻ ആറ്റം എടുത്തു. 1 മോൾ നൈട്രജൻ ആറ്റത്തിന്റെ മാസ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? നൈട്രജന്റെ ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വൽ ആയിരിക്കും. നമ്മൾ 1 മോൾ നൈട്രജൻ ആറ്റം എടുത്തു. ആ 1 മോൾ നൈട്രജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് നൈട്രജന്റെ എന്തിനോട് ഈക്വൽ ആണ്?
ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വൽ ആണ്. നൈട്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് ആണ് 14 ഗ്രാം. എന്താണ് 14 ഗ്രാം? നമ്മൾ എഴുതി 1 മോൾ നൈട്രജൻ ആറ്റം ഈക്വൽ എത്ര ഗ്രാമാ? 14 ഗ്രാം. 14 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗ്രാം അറ്റോമിക് മാസ് ഓഫ് എന്താണ്? നൈട്രജൻ ആണ്. എത്ര ഗ്രാം എന്ന് പറയുന്നത്? 14 ഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? പിന്നെ 1 മോൾ ആറ്റത്തിന്റെ മാസ് മറക്കരുത്. 1 മോൾ ആറ്റത്തിന്റെ മാസ് ആറ്റത്തിന്റെ എന്തിനോട് ഈക്വൽ ആണ്? ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വൽ ആണ്. 1 മോൾ കാർബൺ ആറ്റം എടുക്കുകയാണെങ്കിൽ 1 മോൾ കാർബൺ ആറ്റത്തിന്റെ മാസ് കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിട്ടുള്ള 12 ഗ്രാമിനോട് ഈക്വൽ ആണ്. 1 മോൾ നൈട്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ ആ 1 മോൾ നൈട്രജൻ ആറ്റത്തിന്റെ മാസ് നൈട്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിട്ടുള്ള 14 ഗ്രാമിനോട് ഈക്വൽ ആണ്. നമുക്കൊരു കാര്യം ക്ലിയർ ആയി. 1 മോൾ ആറ്റത്തിന്റെ മാസ് എന്തിനോട് ഈക്വൽ ആണ്? ആറ്റത്തിന്റെ ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വൽ ആണ്. ഗ്രാം അറ്റോമിക് മാസിന്റെ ഷോർട്ട് ഫോം ആണ് GAM. ക്ലിയർ ആയല്ലോ? 1 മോൾ ആറ്റത്തിന്റെ മാസിനെ ബേസ് ചെയ്തുള്ള റിലേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. നമുക്ക് 1 മോൾ ആറ്റത്തിനെ ബേസ് ചെയ്ത് ഒരു റിലേഷനും കൂടെ എന്ത് ചെയ്യണം? പഠിക്കണം. എന്നിട്ട് വേണം ഈ രണ്ട് റിലേഷൻ, ഇപ്പൊ ഞാൻ പറഞ്ഞ റിലേഷനും ഇനി പറയാൻ പോകുന്ന രണ്ടാമത്തെ റിലേഷനെയും ബേസ് ചെയ്തുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇനി അടുത്ത റിലേഷൻ നോക്കാം. 1 മോൾ ആറ്റത്തിന്റെ മാസ് ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് 1 മോൾ ആറ്റം എടുക്കുകയാണെങ്കിൽ ആ 1 മോൾ ആറ്റത്തിന്റെ മാസ് ആറ്റത്തിന്റെ ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വൽ ആണ് എന്നുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത റിലേഷനിൽ നമ്മൾ പറയുന്നത് 1 മോൾ ആറ്റം എടുക്കുന്നു. എന്തെടുക്കുന്നു നമ്മൾ? 1 മോൾ ആറ്റം. ആ 1 മോൾ ആറ്റം എടുക്കുമ്പോൾ ആ 1 മോൾ ആറ്റത്തിനകത്തുള്ള ആറ്റത്തിന്റെ എണ്ണം എത്രയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ 1 മോൾ ആറ്റം എടുക്കുന്നു. ആ 1 മോൾ ആറ്റത്തിനകത്ത് എത്ര ആറ്റം ഉണ്ട് എന്നാണ് നമ്മൾ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നത്? പറയാൻ പോകുന്നത്. ഏതൊരാറ്റത്തിന്റെയും 1 മോള് നമ്മൾ എടുക്കുകയാണെങ്കിൽ 1 മോള് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ 1 മോളിനകത്തുള്ള ആറ്റംസിന്റെ എണ്ണം എന്ന് പറയുന്നത് അവോഗാഡ്രോ നമ്പർ ആയിരിക്കും. അവോഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23. ക്ലിയർ ആയല്ലോ? 1 മോൾ ആറ്റം. ഇപ്പൊ ഒരാൾ നമ്മുടെ 1 മോൾ ആറ്റം തന്നു. അങ്ങനെ നമ്മളോട് ചോദിക്കുക ആ 1 മോൾ ആറ്റത്തിനകത്ത് എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ 1 മോൾ ആറ്റത്തിനകത്തുള്ള ഓരോ ആറ്റത്തെ എടുത്ത് എണ്ണേണ്ട ആവശ്യമില്ല. 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ അത് എത്ര ആറ്റംസ് ആണ്? 6.022 into 10⁻23 ആറ്റംസ് ആണെന്നുള്ള കാര്യം. 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ എത്ര ആറ്റം ഉണ്ട്? 6.022 into 10⁻23 ആറ്റംസ് ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? നമുക്ക് രണ്ട് എക്സാമ്പിൾ നോക്കുമ്പോൾ എക്സാമ്പിൾ എടുത്ത് അത് പറയുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് 1 മോൾ കാർബൺ ആറ്റം. 1 മോൾ കാർബൺ ആറ്റം. 1 മോൾ കാർബൺ ആറ്റത്തിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതണം 1 മോൾ കാർബൺ ആറ്റത്തിനകത്ത് 6.022 into 10⁻23 കാർബൺ ആറ്റംസ് ഉണ്ട്. 1 മോൾ കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ ആ 1 മോൾ കാർബൺ ആറ്റത്തിനകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6.022 into 10⁻23 കാർബൺ ആറ്റംസ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? അടുത്ത എക്സാമ്പിൾ നമ്മൾ എടുത്തിരിക്കുന്നത് 1 മോൾ നൈട്രജൻ ആറ്റം. 1 മോൾ നൈട്രജൻ ആറ്റം. 1 മോൾ നൈട്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര നൈട്രജൻ ആറ്റംസ് കാണും? 6.022 into 10⁻23 നൈട്രജൻ ആറ്റംസ്
കാണും. 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ അത് എത്ര ആറ്റംസ് ആ 6.022 into 10⁻23 ആറ്റംസ് ആ 6.022 into 10⁻23 ആറ്റംസ് ആ 1 മോൾ കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ടാവും 6.022 into 10⁻23 കാർബൺ ആറ്റംസ് ഉണ്ടാവും. 1 മോൾ നൈട്രജൻ ആറ്റം എന്ന് പറഞ്ഞാലോ ആ 1 മോൾ നൈട്രജൻ ആറ്റത്തിനകത്ത് എത്ര നൈട്രജൻ ആറ്റംസ് ഉണ്ടാവും 6.022 into 10⁻23 നൈട്രജൻ ആറ്റംസ് ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? ഇന്ന് നമ്മൾ ആറ്റത്തിനെ ബേസ് ചെയ്ത് രണ്ട് റിലേഷനാണ് നമ്മൾ പറഞ്ഞത്. ആ റിലേഷൻ നമുക്ക് ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഇതിനെ ബേസ് ചെയ്തുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ആ റിലേഷൻ ഒന്നുകൂടെ ബോർഡിൽ എഴുതി തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ 1 മോൾ ആറ്റം എടുക്കുന്നു. ആറ്റത്തിന്റെ 1 മോൾ എടുക്കുന്നു. 1 മോൾ ആറ്റത്തിന്റെ മാസ് നമ്മൾ പറഞ്ഞു. 1 മോൾ ആറ്റത്തിന്റെ മാസ് നമ്മൾ ആദ്യത്തെ റിലേഷനിൽ പറഞ്ഞു. 1 മോൾ ആറ്റത്തിന്റെ മാസ് ആറ്റത്തിന്റെ എന്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞു? ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വൽ ആണ്. 1 മോൾ ആറ്റം എടുക്കുവാണെങ്കിൽ ആ 1 മോൾ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് ആറ്റത്തിന്റെ ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ക്ലിയർ ആയല്ലോ? അടുത്ത റിലേഷൻ നമ്മൾ പറഞ്ഞു 1 മോൾ ആറ്റം എടുക്കുകയാണെങ്കിൽ എത്ര മോൾ ആറ്റം എടുക്കുകയാണെങ്കിൽ 1 മോൾ ആറ്റം എടുക്കുകയാണെങ്കിൽ ആ 1 മോൾ ആറ്റത്തിനകത്തുള്ള ആറ്റംസിന്റെ എണ്ണം 1 മോൾ ആറ്റത്തിനകത്തുള്ള ആറ്റംസിന്റെ എണ്ണം എന്ന് പറയുന്നത് 6.022 into 10⁻23 ആറ്റംസ് ആയിരിക്കും. ഈ രണ്ട് റിലേഷനെ ബേസ് ചെയ്തുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നത്. 1 മോൾ ആറ്റത്തിന്റെ മാസ് ആറ്റത്തിന്റെ ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വൽ ആണ്. 1 മോൾ ആറ്റത്തിനകത്തുള്ള ആറ്റംസിന്റെ എണ്ണം എന്ന് പറയുന്നത് അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 ആയിരിക്കും. ഇത് മനസ്സിൽ വേണം. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇന്ന് നമ്മൾ എടുത്ത രണ്ട് റിലേഷനെ ബേസ് ചെയ്ത് ഉള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇന്നെടുത്ത രണ്ട് റിലേഷൻ ഏതായിരുന്നു? ആദ്യത്തെ റിലേഷന് 1 മോൾ ആറ്റത്തിന്റെ മാസ് 1 മോൾ ആറ്റത്തിന്റെ മാസ് എന്തിനോട് ഈക്വൽ ആണ്? ആറ്റത്തിന്റെ ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വൽ ആണ്. അതായത് ഫസ്റ്റ് റിലേഷൻ. സെക്കൻഡ് റിലേഷനോ 1 മോൾ ആറ്റത്തിനകത്തുള്ള ആറ്റത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 ആണ്. 1 മോൾ ആറ്റത്തിന്റെ മാസ് ആറ്റത്തിന്റെ ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വൽ ആണെന്നും 1 മോൾ ആറ്റത്തിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട്? അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23 ആറ്റംസ്. ഈ രണ്ട് റിലേഷനും നിങ്ങളുടെ മനസ്സിൽ വേണം. നമ്മൾ ഇന്ന് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ മൂന്ന് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ബോർഡിൽ എഴുതിയിരിക്കുന്ന ഈ മൂന്ന് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ റിലേഷൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. അത് മാത്രമല്ല ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നതുവാ ചോദിക്കുന്നതുമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യന് 1 മോൾ ഓക്സിജൻ ആറ്റം, അതായത് ഓക്സിജൻ ആറ്റത്തിന്റെ 1 മോൾ. ആ 1 മോൾ ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എത്ര ഗ്രാം ആണെന്ന് എഴുതണം. അതുപോലെ 1 മോൾ ഓക്സിജൻ ആറ്റത്തിനകത്തുള്ള 1 മോൾ ഓക്സിജൻ ആറ്റത്തിനകത്തുള്ള ഓക്സിജൻ ആറ്റത്തിന്റെ എണ്ണവും എഴുതണം. അങ്ങനെ 1 മോൾ ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എത്ര ആണെന്ന് എഴുതണം. അതുപോലെ തന്നെ 1 മോൾ ഓക്സിജൻ ആറ്റം എടുക്കുമ്പോൾ അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടെന്നും എന്ത് ചെയ്യണം? എഴുതണം. 1 മോൾ ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എന്തിനോട് ഈക്വലാ? ഓക്സിജന്റെ ഗ്രാം അറ്റോമിക് മാസിനോട്
ഈക്വൽ ആണ്. ഓക്സിജന്റെ ഗ്രാം അറ്റോമിക് മാസ് നമുക്കറിയാമല്ലോ. എത്ര ഗ്രാമാ ഓക്സിജന്റെ ഗ്രാം അറ്റോമിക് മാസ്? 16 ഗ്രാം. ക്ലിയർ ആയി. ഈ 1 മോൾ ഓക്സിജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ ആ 1 മോൾ ഓക്സിജൻ ആറ്റത്തിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടാവും? 6.022 into 6.022 into 10⁻23 ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും. ക്ലിയർ ആയല്ലോ. 1 മോൾ ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് ഓക്സിജന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിട്ടുള്ള 16 ഗ്രാമിനോട് എന്താണ്? ഈക്വൽ ആണ്. അതുപോലെ 1 മോൾ ഓക്സിജൻ ആറ്റത്തിനകത്തുള്ള ആറ്റംസിന്റെ എണ്ണം എന്ന് പറയുന്നത് 6.022 into 10⁻23 ആണ്. ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 മോൾ നൈട്രജൻ ആറ്റം. 1 മോൾ നൈട്രജൻ ആറ്റം. 1 മോൾ നൈട്രജൻ ആറ്റത്തിന്റെ മാസ് എത്ര ഗ്രാം ആണെന്ന് എഴുതണം. അതുപോലെ 1 മോൾ നൈട്രജൻ ആറ്റത്തിനകത്തുള്ള ആറ്റംസിന്റെ എണ്ണവും എന്ത് ചെയ്യണം? എഴുതണം. 1 മോൾ നൈട്രജൻ ആറ്റത്തിന്റെ മാസ് നൈട്രജന്റെ ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വൽ. നൈട്രജന്റെ ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വൽ ആണ്. നൈട്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് എത്ര? 14 ഗ്രാം. ക്ലിയർ ആയി. അതുപോലെ 1 മോൾ നൈട്രജൻ ആറ്റം എടുക്കുമ്പോൾ അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടാവും? 1 മോൾ നൈട്രജൻ ആറ്റം നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടാവും? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടാവും. ക്ലിയർ ആയല്ലോ. 1 മോൾ നൈട്രജൻ ആറ്റത്തിന്റെ മാസ് എത്ര ഗ്രാം ആണ്? 14 ഗ്രാം ആണ്. അതുപോലെ തന്നെ 1 മോൾ നൈട്രജൻ ആറ്റത്തിനകത്തുള്ള ആറ്റംസിന്റെ എണ്ണം, അതായത് നൈട്രജൻ ആറ്റംസിന്റെ എണ്ണം എന്ത് നമ്പർ ആണ്? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 ആണ്. ക്ലിയർ ആയല്ലോ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 1 മോൾ ക്ലോറിൻ ആറ്റം. എന്താ? 1 മോൾ ക്ലോറിൻ ആറ്റം. 1 മോൾ ക്ലോറിൻ ആറ്റം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ് എന്ന് എഴുതണം. അതുപോലെ 1 മോൾ ക്ലോറിൻ ആറ്റത്തിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടെന്നും നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. 1 മോൾ ക്ലോറിൻ ആറ്റം എന്ന് പറഞ്ഞാൽ അത് എത്ര ഗ്രാമാ? ക്ലോറിന്റെ ഗ്രാം അറ്റോമിക് മാസിനോട് ഈക്വൽ ആണ്. 1 മോൾ ക്ലോറിൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ക്ലോറിന്റെ ഗ്രാം അറ്റോമിക് മാസിനോട് എന്താണ്? ഈക്വൽ ആണ്. ക്ലോറിന്റെ ഗ്രാം അറ്റോമിക് മാസ് ആണ് 35.5 ഗ്രാം. 35.5 ഗ്രാം. 1 മോൾ ക്ലോറിൻ ആറ്റം എന്ന് പറഞ്ഞാൽ 1 മോൾ ക്ലോറിൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ക്ലോറിന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിട്ടുള്ള 35.5 ഗ്രാമിനോട് ഈക്വൽ ആണ്. അത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് 1 മോൾ ക്ലോറിൻ ആറ്റം എടുക്കുമ്പോൾ അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടെന്ന് അറിയണം. 1 മോൾ ക്ലോറിൻ ആറ്റം നമ്മൾ എടുക്കുമ്പോൾ ആ 1 മോൾ ക്ലോറിൻ ആറ്റത്തിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടെന്ന് അറിയണം. 1 മോൾ ക്ലോറിൻ ആറ്റത്തിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട്? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ട്. ക്ലിയർ ആയല്ലോ. ഈ 3 ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അതായത് 1 മോൾ ഓക്സിജൻ ആറ്റം ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ എക്സ്പ്ലനേഷൻ കാണണം, കാരണം ടോപ്പിക് കഴിഞ്ഞെന്ന് പറഞ്ഞ് വീഡിയോ നിർത്തരുത്. ഈ എക്സ്പ്ലനേഷൻ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയേ. 1 മോൾ ഓക്സിജൻ ആറ്റം, ആ 1 മോൾ ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് ഓക്സിജന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിട്ടുള്ള 16 ഗ്രാമിനോട് ഈക്വൽ ആണ്. അതുപോലെ 1 മോൾ ഓക്സിജൻ ആറ്റത്തിനകത്തുള്ള ആറ്റംസിന്റെ എണ്ണം, അതായത് ഓക്സിജൻ ആറ്റത്തിന്റെ എണ്ണം 6.022 into 10⁻23 ആണ്. ക്ലിയർ ആയി.
അടുത്തത് 1 മോൾ നൈട്രജൻ ആറ്റം. 1 മോൾ നൈട്രജൻ ആറ്റത്തിന്റെ മാസ്, 1 മോൾ നൈട്രജൻ ആറ്റത്തിന്റെ മാസ് നൈട്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിട്ടുള്ള 14 ഗ്രാമിനോട് ഈക്വൽ ആണ്. അതുപോലെ 1 മോൾ നൈട്രജൻ ആറ്റത്തിനകത്തുള്ള 1 മോൾ നൈട്രജൻ ആറ്റത്തിനകത്തുള്ള ആറ്റംസിന്റെ എണ്ണം എന്ന് പറയുന്നത് 6.022 into 10⁻23 ആണ്. അടുത്തത് നമ്മൾ പറഞ്ഞത് 1 മോൾ ക്ലോറിൻ ആറ്റം. 1 മോൾ ക്ലോറിൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് ക്ലോറിന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിട്ടുള്ള 35.5 ഗ്രാമിനോട് ഈക്വൽ ആണ്. 1 മോൾ ക്ലോറിൻ ആറ്റത്തിന്റെ മാസ് ക്ലോറിന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിട്ടുള്ള 35.5 ഗ്രാമിനോട് ഈക്വൽ ആണ്. അതുപോലെ 1 മോൾ ക്ലോറിൻ ആറ്റത്തിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട്? 1 മോൾ ക്ലോറിൻ ആറ്റത്തിനകത്ത് 6.022 into 10⁻23 ആറ്റംസ്. അതായത് 6.022 into 10⁻23 എന്ത് ആറ്റംസ് ആ? ക്ലോറിൻ ആറ്റംസ്. ക്ലിയർ ആയല്ലോ? അതായത് 1 മോൾ ഓക്സിജൻ ആറ്റം ആകുമ്പോൾ 6.022 into 10⁻23 ഓക്സിജൻ ആറ്റം. 1 മോൾ നൈട്രജൻ ആറ്റം ആണെങ്കിൽ 6.022 into 10⁻23 നൈട്രജൻ ആറ്റം. 1 മോൾ ക്ലോറിൻ ആറ്റം ആണെങ്കിലോ 6.022 into 10⁻23 ക്ലോറിൻ ആറ്റംസ്. ക്ലിയർ ആയല്ലോ? ആറ്റംസിനെ ബേസ് ചെയ്തുള്ള റിലേഷൻ ക്ലിയർ ആയി. നമ്മൾ രണ്ട് റിലേഷൻ പറഞ്ഞു, അതിനെ ബേസ് ചെയ്തുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനും ചെയ്തു. ഇതുപോലെ ഒരു ക്വസ്റ്റ്യന് ഞാൻ ഹോംവർക്ക് കൊടുക്കുന്നുണ്ട്. ആ ഹോംവർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ട് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തരണം. അതിന് ഇത്രയും റിലേഷൻ കഴിഞ്ഞപ്പോൾ, നമ്മുടെ ഇത്രയും ടോപ്പിക്ക് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് യൂണിറ്റ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. ഇനി അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ തേർഡ് യൂണിറ്റ് ആണ് എടുക്കുന്നത്. ഓക്കെ.